Everyone, once again welcome to my Oet channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറൊരു റോൾ പ്ലേ കാർഡാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാരിക്കോസ് വെയിൻ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് ഇന്നത്തെ സിനാരിയോ. ഇതിൽ നിങ്ങൾ ഒരു 66 ഇയേഴ്സ് ഓൾഡ് പേഷ്യൻറ്റ്, വാരിക്കോസ് വെയിൻസ് ഓൾറെഡി ഉള്ള പേഷ്യൻ്റാണ്. അതിൻ്റെ കുറച്ചും കൂടി ഇച്ചിനെസ് ആയിട്ട്, ഇൻറ്റൻസ് ഇച്ചിങ് ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിനാരിയോ ആണിത്. അപ്പോൾ ഞാനതിൻ്റെ സെറ്റിങ്സ് വായിച്ചു തരാം. യു സി എ 66-year-old patient who is concerned about the varicose veins on his or her left leg, which have become increasingly itchy. He or she would like some advice. You have just examined his or her leg. അപ്പം ഈ റോൾ പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നോൺ കേസ് സിനാരിയോ ആണ്. ചില സ്റ്റുഡൻസിന് റൈറ്റിങ്ങിൽ നോൺ കേസിനെ കുറിച്ച് അറിയിക്കും, പക്ഷേ ഈ സ്പീക്കിങ്ങിൽ എവിടെയാണ് നോൺ കേസ് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇതൊരു പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് നോൺ കേസ് സിനാരിയോ ഇൻ സ്പീക്കിംഗ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ഹിസ് ഓർ ഹർ ലെഗ്. ആ സെൻറ്റൻസ് നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. ഇങ്ങനെ ഒരു ഫ്രേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു നോൺ കേസാണ്. അതായത് നിങ്ങൾ ഓൾറെഡി പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പേഷ്യൻ്റെ പേരും ഡീറ്റെയിൽസും പ്രശ്നങ്ങളൊക്കെ ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി. എന്നിട്ട് നിങ്ങൾ എക്സാമിൻ ചെയ്തു. അപ്പോൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരിക്കലും ആദ്യമേ പോയി പേഷ്യൻ്റെ അടുത്ത് പേരെന്താണ് എന്നാണ് പ്രോബ്ലം, അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്കപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ പേര് നമ്മൾ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സിനാരിയോയിലേക്ക് പോകാൻ വേണ്ടി. ഇവിടെ സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നോ നീഡ് ഫോർ സെൽഫ് ഇൻട്രഡക്ഷൻ. അപ്പോൾ എക്സാമ്പിൾ, പേഷ്യൻ്റെ പേരിപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് മൈ നെയിം ഈസ് റോബിൻസൺ. അപ്പം നമുക്ക് എങ്ങനെ തുടങ്ങാം? വെൽ മിസ്റ്റർ റോബിൻസൺ, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ ലെഗ്. അതാണ് നമ്മുടെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ടാസ്കിലേക്ക് പോകാം. വാട്ട് ഇസ് ദാറ്റ് ഫസ്റ്റ് ടാസ്ക്? Confirm inflammation of varicose vein and find out relevant patient details like a general health, underlying health condition, etc. So നമുക്കിങ്ങനെ ചോദിക്കാം. Before proceeding further, may I ask you some questions regarding your general health, if you don't mind? അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ. അപ്പോൾ നമുക്ക് ചോദിക്കാം, താങ്ക് യു മിസ്റ്റർ റോബിൻസൺ, കുഡ് യു പ്ലീസ് ടെൽ മീ regarding your general health condition and any underlying health problems you have. അപ്പം നമ്മളിതിൽ കൺഫേം ഇൻഫ്ലമേഷൻ ഓഫ് വാരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ റോബിൻസൺ, ഫ്രം മൈ അസസ്മെൻറ്റ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് യു ഹാവ് ഇൻഫ്ലമേഷൻ ഓഫ് വാരിക്കോസ് വെയിൻ. ബിഫോർ പ്രൊസീഡിങ് ഫർദർ മേ ആസ്ക് യു സം ജനറൽ ക്വസ്റ്റ്യൻ റിഗാർഡിങ് യുവർ ഹെൽത്ത് കണ്ടീഷൻ. ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? അത് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് പറയണം യെസ് സിസ്റ്റർ, യു ക്യാൻ ആസ്ക് മീ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി അണ്ടർലൈനിങ് ഹെൽത്ത് കണ്ടീഷൻസ് ഓർ ആർ യു ഓൺ എനി മെഡിക്കേഷൻസ്? പേഷ്യൻ്റ് പറയുന്നു ഐ ഡോണ്ട് ഹാവ് എനി അതർ കണ്ടീഷൻസ് ആൻഡ് ഐ എം നോട്ട് ഓൺ എനി മെഡിക്കേഷൻ. നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് സിംറ്റംസ് ലൈക്ക് ഓൺസെറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇച്ചിങ്, എനി സ്വെല്ലിംഗ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹീറ്റ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആൻഡ് അബൌട്ട് യുവർ വാരിക്കോസ് വെയിൻ കുഡ് യു പ്ലീസ് ടെൽ മീ ഫ്രം വെൻ ഇറ്റ് ഗോട്ട് സ്റ്റാർട്ടഡ് ആൻഡ് വാട്ട് ഇസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് the itching, and have you seen any swelling over the area, and do you feel any heat over the affected part? അപ്പം പേഷ്യൻ്റ് പറയുകയാണ് yeah, it got started couple of days ago and I have very severe itching sensation over there, and of course after intense itching I can see that some scab formation and the area became swelled, and actually I don't have any hot feelings. There is no heat over the area, but I can see that the swellings and scab formations and redness over the area after itching. Then we can tell that thank you for your informations. From my assessment and from your conversation, what I can tell that. സോ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യം പറയുവാണ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ്റെ റിസൾട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഇത് വീനസ് ടാസിസ് ഡെർമറ്റൈറ്റിസ് ആണ്. ദിസ് ഇസ് എ റീസൺ ഫോർ ഇച്ചിനെസ്. ദാറ്റ് ഈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസ്, ബ്ലഡ് ബിൽഡപ്പ് ഇൻ ഡാമേജ്ഡ് വെസൽസ്, ഇവൻച്വൽ ലീക്കേജ് ഓർ ഓസിങ് ഓഫ് ബ്ലഡ് ഇൻ ടു ദ സ്കിൻ. ആൻഡ് നെക്സ്റ്റ് ടാസ്ക് കൊടുത്തിരിക്കുവാണ് ഫൈൻഡ് ഔട്ട് അബൌട്ട് എനി റെമഡീസ് ട്രൈഡ് ലൈക്ക് മെഡിക്കേറ്റഡ് ക്രീംസ് ഓർ മോയ്സ്ചറൈസിങ് ലോഷൻസ്. അപ്പോൾ നമ്മൾ പറയാം ഫ്രം യുവർ കോൺവെർസേഷൻ ആൻഡ് മൈ അസസ്മെൻറ്റ് what I can tell you that this is venous tassel dermatitis. This is the reason for your itchiness. So I can explain you in detail. Your condition is nothing but chronic inflammatory skin disease in which the blood will build up in damaged blood vessels and eventually which will leak into the skin.
So you will feel the itchiness. Are you following me or is it clear for you? Like that we can ask. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചോദിക്കേണ്ടത് റെമഡീസ് ആണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, മിസ്റ്റർ റോബിൻസൺ, കുഡ് യു പ്ലീസ് ടെൽ മീ, ഹാവ് യു ട്രൈഡ് എനി റെമഡീസ് അറ്റ് ഹോം ലൈക്ക് മെഡിക്കേറ്റഡ് ക്രീംസ് ഓർ മോയ്സ്ചറൈസിങ് ലോഷൻ? അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ, സിസ്റ്റർ, ഐ ഹാവ് അപ്ലൈഡ് ലൈക്ക് അലോവേറ ജെൽ ഓർ എനി മോയ്സ്ചറൈസിങ് ക്രീം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഐ അപ്രീഷിയേറ്റിംഗ് യുവർ ആക്ഷൻ because these moisturizing cream or lotions it will soothe your skin so that the itchiness can be reduced. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത റെക്കമെൻഡേഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. മിക് റെക്കമെൻഡേഷൻ ടു ഈസ് ഇച്ചിനെസ്: മോയ്സ്ചറൈസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ, തിക്ക് ഇമോളിയൻ, നോട്ട് ഫ്രാഗ്രൻസ് ഓർ ഡൈ, കംപ്രഷൻ സ്റ്റോക്കിംഗ്. അപ്പോൾ നമുക്ക് പറയാം, ആസ് യു മെൻഷൻഡ്, യു ക്യാൻ continue the use of moisturizing cream at least twice a day, and please try to avoid emollient thick emollient with the fragrance or dye. Instead you can use any thick emollient without any fragrance. Moreover, I can tell you or I can suggest you the use of compression stocking. So I can reassure you that if you follow this compression stocking, of course you can relieve your healing without any delay. How does that sound? നമുക്ക് ചോദിക്കാം. patient പറയുകയാണെങ്കിൽ, of course sister, I can try for that. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് emphasize importance of not scratching because worsens itch leads to cut or infection. എന്നാൽ അടുത്ത സബ് ടാസ്ക് എന്ന് പറയുന്നത് advise need for doctor appointment if symptoms get worse. Then remind patient of varicose vein management and self-care, like keep active, use loose clothing, avoid standing and sitting for long periods, elevate relax. സോ ഇതൊരു കുറേ ലെങ്തി ആയിട്ടുള്ള കുറേ ഒരു 4-5 സബ് ടാസ്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ലെങ്തി ടാസ്ക് ആണിത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മിസ്റ്റർ റോബിൻസൺ, ഫോർ യുവർ ഫർദർ ഇൻഫർമേഷൻ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് പ്ലീസ് ട്രൈ ടു അവോയ്ഡ് intense scratching, because if you scratch, if the scratch itchiness become worsen, it will lead to cuts and more and furthermore infection. So for avoiding such incidents, please try limit control your scratch over the area. I know that which will be very difficult for, but it is essential for you to reduce the scratch. Okay, അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ ചോദിക്കാം, ഡു യു ഹാവ് എനി കൺസേൺ? നമുക്ക് ചോദിക്കാം, പേഷ്യൻ്റ് ചോദിക്കുകയാണ്, വെൻ ഐ ഹാവ് ടു see the doctor or I need to see doctor right now. നമുക്ക് പറയാം, I can truly understand your concern, Mr. Robinson, but it is advisable, no need for doctor appointment right now, but whenever your symptoms get worse, please do not hesitate to come for doctor's appointment. Is it clear for you? നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് റിമൈൻഡിങ് ആണ് അവിടെ വരുന്നത്. നമുക്ക് I would like to remind you regarding some varicose vein management and self-care, such as please be active, keep active, and use loose clothing, and please try to avoid long standing and sitting for long periods. Moreover, you can elevate your leg when sitting. So if you are following all these measures, you can relieve from swelling, further swelling, and even sensation of and the intensity of it can be reduced. Okay, how does that sound? Are you okay with that? How you are feeling about that? എന്നൊക്കെ ചോദിക്കാം. പറയാണ്, I will try my maximum, but I don't know how it will happen, but I will follow all your advices and let me see. പറയാം, okay Mr. Robinson, thank you for accepting my advices. Once again, I'm reassuring you that if you follow all my advices, of course your problem can be resolved very soon. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൺക്ലൂഷൻ പറഞ്ഞത്, ഡു യു ഹാവ് എനി അതർ കൺസേൺ ചോദിക്കുന്നു. ഐ ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺ പറഞ്ഞ് താങ്ക് യു ഫോർ വിസിറ്റ് ഹിയർ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സിനാരിയോ ആണ്. ജസ്റ്റ് ഒരു OPD ബേസ് പോലെ പേഷ്യൻ്റ് വരുന്നു, കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ പ്രൊസീജിയറോ അല്ലാതെ ഒരു ഇതില്ല. ജസ്റ്റ് ഒരു കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ ആൻസർ പറയും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സിനാരിയോ ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എപ്പോഴും നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. തന്നെ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് എക്സാമിൻഡ് ഹിസ് ഓർ ഹെർ ലെഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത്, വെൽ മിസ്റ്റർ റോബിൻ, താങ്ക് യു ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ ലെഗ്. സ്റ്റാർട്ട് ചെയ്യുക, അതായത് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ പേഷ്യൻ്റെ പേര് ചോദിക്കുക, അത് ഇവിടെ തന്നെ എഴുതിയിടുക നിങ്ങളുടെ പേപ്പർ, എന്നിട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം തന്നെ നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള സ്പീക്കിംഗ് തന്നെയാണ്. ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഇവിടെ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. സോ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരിക്കലും നോൺ സിനാരി ആകുമ്പോൾ നിങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങളുടെ പേരേ പറയേണ്ട ആവശ്യമേ ഇല്ല.
ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ പഴയ രീതിയിൽ പോയി സെൽഫ് ഇൻട്രഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനാരിയോ കറക്റ്റായിട്ട് വരില്ല. സോ ഇനിയും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.